ഓക്കെ, അപ്പം നമ്മളെ ഒരു പുതിയൊരു സംഖ്യ പഠിക്കാൻ പോവാണ്. പുതിയൊരാളെ പഠിക്കാൻ പോവാണ്. പൈ. പൈ എന്ന് പറയുന്നത് ഗ്രീക്ക് പദമാണ്. പൈ അല്ലേ? ഇതിനാണ് നമ്മൾ പൈ എന്ന് പറയുക. പൈൻ്റെ ഒരു വാല്യൂ കണ്ടിട്ടുള്ളത് 3.1415 ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് 3.14, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഡി എന്നുള്ള ഒരു ഡയമീറ്ററുള്ള ഒരു സർക്കിളിൻ്റെ ശരിക്കും നമ്മൾ ഒരു സർക്കംഫറൻസ് അഥവാ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് ഡി പൈ ആണ്. ഓക്കെ, ഡി പൈ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഡി എന്നുള്ളത് 2r ആണെന്ന് നമുക്കറിയാം അല്ലേ? റേഡിയസിൻ്റെ ആരത്തിൻ്റെ ഡബിളാണ് ആര്? വ്യാസം അല്ലേ? ഡി. അപ്പോൾ ഡി 2r ആണെങ്കിൽ നമ്മുടെ ആറാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിൽ റേഡിയസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡി തന്നാൽ നമുക്ക് ചുറ്റളവ് കാണാൻ സിമ്പിളാണ്, സർക്കംഫറൻസ് കാണാൻ ഡി പൈ ചെയ്താൽ മതി. പക്ഷെ ആറാണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡി എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ 2r ആണ്. അപ്പോൾ ആ ഒരു ഡിക്ക് പകരം നമ്മൾ 2rനെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 2πr ആണ് നമ്മുടെ സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷനാണ് അത് കേട്ടോ. അതായത് ഡി തന്നിട്ടുണ്ടെങ്കിൽ ഡി പൈ ചെയ്യാം, ആറ് തന്നിട്ടുണ്ടെങ്കിൽ 2πr ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതായത് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് എ സർക്കിൾ ഈസ് പൈ ടൈംസ് ഇറ്റ്സ് ഡയമീറ്റർ. അതായത് വൃത്തത്തിൻ്റെ ചുറ്റളവ് വ്യാസത്തിൻ്റെ പൈ മടങ്ങാണെന്നാണ് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ആരത്തിൻ്റെ കാര്യത്തിലും പറയാം. സർക്കംഫറൻസ് ഓഫ് സർക്കിൾ ഈസ് 2π ടൈംസ് ഇറ്റ്സ് റേഡിയസ്. അതിൻ്റെ റേഡിയസിൻ്റെ 2π ടൈംസ് ആണ് ചുറ്റളവ് അല്ലേ? ചുറ്റളവ് ആരത്തിൻ്റെ 2π മടങ്ങാണ്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്തായിരിക്കും? അറിയാം, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഡി പൈ ആണ് അല്ലേ? ഡയമീറ്റർ ആണ് തന്നത്, ഡി പൈ. അതായത് 5 ആണ് ഇവിടെ ഡയമീറ്റർ, 5π ആണ്. 5π സെൻറ്റിമീറ്റർ. ചുറ്റളവ് സെയിം നമ്മുടെ യൂണിറ്റ് ആയിരിക്കുമല്ലോ. ക്ലിയർ? ഓക്കെ ആണ്, റെഡിയാണ് അല്ലേ?